ലോഗോസ് ക്വിസ് 2024 ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വീഡിയോയിൽ ഇന്നുള്ളത് പ്രഭാഷകൻ 34 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ ആണ്. ചോദ്യം 1. ആരാണ് വിവേകത്തോടെ സംസാരിക്കുന്നവൻ? ഉത്തരം അനുഭവസമ്പന്നൻ. ചോദ്യം 2. കർത്താവ് പ്രദാനം ചെയ്യുന്നത് എന്ത്? ഉത്തരം സൗഖ്യവും ജീവനും അനുഗ്രഹവും. ചോദ്യം 3. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് എന്ത്? ഉത്തരം രക്തച്ചൊരിച്ചിലാണ്. ചോദ്യം 4. ധാന്യബലിക്ക് തുല്യമായത് എന്ത്? ഉത്തരം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത്. ചോദ്യം 5. വിസ്മരിക്കപ്പെടാത്തത് ആരുടെ ബലിയാണ്? ഉത്തരം നീതിമാന്റെ ബലി. ചോദ്യം 6. വെറും കൈയോടെ സമീപിക്കരുതാത്തത് ആരെ? ഉത്തരം കർത്താവിനെ. ചോദ്യം 7. ആരുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേൾക്കുന്നത്? ഉത്തരം തിന്മയ്ക്ക് വിധേയനായവൻ്റെ. ചോദ്യം 8. ആരുടെ കൂട്ടത്തെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്? ഉത്തരം ധിക്കാരികളുടെ കൂട്ടത്തെ. ചോദ്യം 9. വാഗ്ദാനം അനുസ്മരിച്ച് എന്തിനെയാണ് ധരിപ്പിക്കേണ്ടത്? ഉത്തരം കാലത്തെ. ചോദ്യം 10. അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് നിറയ്ക്കേണ്ടത് ഏതിനെ? ഉത്തരം സിയോനെ. ചോദ്യം 11. വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആര്? ഉത്തരം സൂക്ഷ്മ ബുദ്ധി. ചോദ്യം 12. എല്ലാ ഉപദേശകരും നൽകുന്നത് എന്ത്? ഉത്തരം മാർഗനിർദ്ദേശം. ചോദ്യം 13. സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ആര്? ഉത്തരം ജ്ഞാനി. ചോദ്യം 14. ആരുടെ ദിനങ്ങളാണ് പരിമിതമായിട്ടുള്ളത്? ഉത്തരം മനുഷ്യൻ്റെ. ചോദ്യം 15. അതിര് കവിഞ്ഞ അഭിനിവേശം അരുതാത്തത് എന്തിൽ? ഉത്തരം ആഡംബരത്തിൽ. ചോദ്യം 16. വൈദ്യൻ്റെ ജ്ഞാനം വരുന്നത് എവിടെ നിന്ന്? ഉത്തരം അത്യുന്നതനിൽ നിന്ന്. ചോദ്യം 17. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ എന്താണ് അവസാനിക്കേണ്ടത്? ഉത്തരം അവനെക്കുറിച്ചുള്ള സ്മരണ. ചോദ്യം 18. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നത് ആര്? ഉത്തരം കുശവൻ. ചോദ്യം 19. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിലാണ് ഔത്സുക്യം പ്രദർശിപ്പിക്കുന്നത്? ഉത്തരം പ്രവചനങ്ങളിൽ. ചോദ്യം 20. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അതിരാവിലെ താൽപ്പര്യപൂർവം എഴുന്നേൽക്കുന്നു. എന്തിന്? ഉത്തരം സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ. ചോദ്യം 21. സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സ്രഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നത് ആര്? ഉത്തരം പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ. ചോദ്യം 22. ആദത്തിൻ്റെ സന്തതികളുടെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ത്? ഉത്തരം ഭാരമുള്ള നുകം. ചോദ്യം 23. നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത് എന്ത്? ഉത്തരം കൈക്കൂലിയും അനീതിയും. 24. ചോദ്യം. ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്ത്? ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. ചോദ്യം 25. വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് ആര്? ഉത്തരം സഹോദരരും സഹായകരും.